കുന്നംകുളത്തെ മാതൃകാ സംരംഭക നഗരമായി വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകി നഗരസഭാ ബജറ്റ്. നഗരസഭയുടെ 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റിന്റെയും 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റിന്റെയും അവതരണം നടത്തി. 2025-26 കുന്നംകുളം നഗരസഭയുടെ പരിഷ്കരിച്ച ബജറ്റും 6,51,23,184 രൂപ മുന്നിരിപ്പും 200 കോടി 17,59,000 രൂപ പ്രതീക്ഷിത വരവും ചേർത്ത് ആകെ 206 കോടി 68,82,184 രൂപ വരവും 199 കോടി 60,04,000 രൂപ പ്രതീക്ഷിത ചെലവും 7 കോടി 8,78,184 രൂപ മിച്ചവുമുള്ള 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് ഈ സഭയിൽ അവതരിപ്പിക്കുന്നത്. രാവിലെ 11-ന് ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ബജറ്റ് അവതരിപ്പിച്ചത്. 13,48,95,319 രൂപ മുന്നിരിപ്പും 86 കോടി 88,56,760 രൂപ തൻവർഷ വരവും ചേർത്ത് ആകെ 100 കോടി 37,52,079 രൂപ വരവും 93 കോടി 86,28,895 രൂപ ചിലവും 6 കോടി 51,23,184 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2025-26 കുന്നംകുളം നഗരസഭയുടെ പരിഷ്കരിച്ച ബജറ്റും 6 കോടി 51,23,184 രൂപ മുന്നിരിപ്പും 200 കോടി 17,59,000 രൂപ പ്രതീക്ഷിത വരവും ചേർത്ത് ആകെ 206 കോടി 68,82,184 രൂപ വരവും 199 കോടി 60,04,000 രൂപ പ്രതീക്ഷിത ചെലവും 7 കോടി 8,78,184 രൂപ മിച്ചവുമുള്ള 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് അവതരിപ്പിച്ചത്. 2030 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച 17 ആഗോള ലക്ഷ്യങ്ങളായ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൂന്നിയാണ് ഈ വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നഗരസഭയുടെ വിവിധ വകുപ്പുകളിലും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും ലഭ്യമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള വിവരങ്ങളെ വികസന ആവശ്യങ്ങൾക്ക് ഉപയുക്തമാക്കുന്നതിനായി ഒരു ഡാറ്റാ കോർഡിനേഷൻ ആൻഡ് അനാലിസിസ് സെന്റർ സ്ഥിരമായി സ്ഥാപിക്കും. കുന്നംകുളത്തിന്റെ കച്ചവട പാരമ്പര്യത്തെയും ആധുനിക സാധ്യതകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മാതൃകാ സംരംഭക നഗരമായി കുന്നംകുളത്തെ വികസിപ്പിക്കുന്നതിന് 2 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വ്യാപാരി വ്യവസായികളെയും ഭരണസമിതിയെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന സിറ്റി ബിസിനസ് കൌൺസിൽ ഇതിന്റെ ഭാഗമായി രൂപീകരിക്കും. സംരംഭകർക്ക് നിയമപരവും സാങ്കേതികവുമായ വിവരങ്ങൾ നൽകുന്നതിന് ആധുനിക സംരംഭകത്വ ഓഫീസ് ആരംഭിക്കുന്നതിനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ഏറെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഈ രേഖ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായി ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2005-10 കാലയളവിൽ കുന്നംകുളം നഗരസഭാ കൗൺസിലിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന എനിക്ക് ഈ ബജറ്റ് തയ്യാറാക്കുന്ന വേളയിൽ ലഭ്യമായ സ്ഥിതിവിവര കണക്കുകൾ താരതമ്യപ്പെടുത്തി വിശകലനം ചെയ്യാൻ സ്വാഭാവികമായും വ്യക്തിപരമായ ഒരു അവസരം ലഭിക്കുമല്ലോ. അക്കാലയളവിൽ ലഭ്യമായിരുന്ന തനത് വരുമാനത്തിൻ്റെയും സർക്കാർ സഹായങ്ങളുടെയും തുകയിൽ ഇന്ന് ഭീമമായ വ്യത്യാസമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ഏതാണ്ട് എല്ലാ മേഖലകളിലും അന്നത്തെ പരിമിതികൾ മറികടക്കാൻ ഇന്ന് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെയും പുറത്തെയും മികച്ച സംരംഭകരെ കുന്നംകുളത്തേക്ക് ആകർഷിക്കുന്നതിനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി തേടുന്നതിനുമായി കുന്നംകുളം ആഗോള സംരംഭക സംഗമം സംഘടിപ്പിക്കും. നഗരസഭയുടെ വിവിധ വകുപ്പുകളിലും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും ലഭ്യമായ വിവരങ്ങളെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള വികസന ആവശ്യങ്ങൾക്ക് ഉപയുക്തമാക്കുന്നതിനായി ഒരു ഡാറ്റാ കോർഡിനേഷൻ ആൻഡ് അനാലിസിസ് സെന്റർ സ്ഥിരമായി സ്ഥാപിക്കും. കുറുക്കൻപാറ കരിങ്കൽ തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി കെട്ടിട നിർമ്മാണം, കായമാർക്കറ്റ് പാർക്കിംഗ് ഏരിയയിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സമുച്ചയം, കോട്ടക്കുന്നിൽ കൊമേഴ്സ്യൽ ഓഫീസ് കോംപ്ലക്സും മിനി കമ്മ്യൂണിറ്റി ഹാളും, നഗരസഭ വനിതാ ഹോസ്റ്റലിന് പുതിയ ബ്ലോക്ക് നിർമ്മിച്ച വിപുലീകരണം, അച്ചടിയുടെ കേന്ദ്രമായ കുന്നംകുളത്ത് എല്ലാ വർഷവും നഗരസഭയുടെ നേതൃത്വത്തിൽ അക്ഷരോത്സവം സംഘടിപ്പിക്കും. കാർണിവൽ, പ്രദർശന വിൽപ്പന മേളകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി പദ്ധതികൾക്കായി 20 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഉൽപാദന രംഗത്തെ ഇടപെടലുകൾക്കും ഭക്ഷ്യസംസ്കരണശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള സഹായത്തിനുമായി 5 കോടി രൂപ, ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾക്കായി 50 ലക്ഷം രൂപയും കുന്നംകുളത്തിന്റെ ചരിത്രം തയ്യാറാക്കാനും സോവനീർ പ്രവർത്തനങ്ങൾക്കുമായി 15 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആലത്തൂർ, തിരുത്തിക്കാട് പാടശേഖരങ്ങളിൽ ജലസംഭരണികൾ തുടങ്ങിയ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2005-2010 കാലയളവിൽ നഗരസഭയുടെ ചെയർമാനായിരുന്ന PG ജയപ്രകാശ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മത്സരിച്ച് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും വൈസ് ചെയർമാനായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു. ജയപ്രകാശ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം ബജറ്റ് അവതരിപ്പിച്ച സൗമ്യ അനിലൻ നഗരസഭാ ചെയർപേഴ്സണായി യോഗം നിയന്ത്രിച്ചത് കൌതുകകരമായിരുന്നു.